നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിൽ പ്രകൃതിക്ഷോഭം പതിവായ കാലാവസ്ഥയിൽ രാവിലെ കട്ടപ്പനയിൽ എഴുത്തു പരീക്ഷ നടത്തുന്ന PSC നിലപാട് ഉദ്യോഗാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മലയോര കർഷകന്റെ കണ്ണീരിൽ ഇടത് സർക്കാർ ഒലിച്ചുപോകുമെന്ന് പ്രൊഫസർ MJ ജേക്കബ്. ഇടുക്കി ജില്ലാ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് IPS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വഴുത്തലയിൽ കുടിവെള്ള പൈപ്പിടാൻ പൊളിച്ച റോഡ് നാട്ടുകാർക്ക് അപകടക്കെണിയാകുന്നു. ഏറെ തിരക്കുള്ള വഴുത്തല ടൗണിലാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്ന റോഡ് ഉള്ളത്. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിൽ പ്രകൃതിക്ഷോഭം പതിവായ കാലാവസ്ഥയിൽ രാവിലെ കട്ടപ്പനയിൽ എഴുത്തു പരീക്ഷ നടത്തുന്ന PSC നിലപാട് ഉദ്യോഗാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇതുമൂലം പലർക്കും സമയത്ത് പരീക്ഷാ ഹാളിൽ എത്തിച്ചേരുവാൻ സാധിക്കുന്നില്ല. പുലർച്ചെ ബസ്സുകളിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾ 5 മിനിറ്റ് താമസിച്ചാൽ പോലും നിയമം പറഞ്ഞ് PSC അധികൃതർ പരീക്ഷ എഴുതുവാൻ അനുവദിക്കില്ല. പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഇടുക്കിയിലെ ഉദ്യോഗാർത്ഥികളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് BBC പ്രതിനിധി സാബു നെയ്ശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒരു കാലഘട്ടത്തിൽ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന് പറഞ്ഞ് നടന്നവരും അവരുടെ ഗോഡ് ഫാദർമാരുമാണല്ലോ ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. ഇവരുടെ പ്രസംഗങ്ങളും ലേഖനങ്ങളും വായിച്ചാൽ ഇവർ ജനിച്ചത് തന്നെ പാവപ്പെട്ട ജനതയുടെ ഉന്നമനം എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമെന്നാണ്. എന്തായാലും പാവപ്പെട്ട ജനതയെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് അധികാരത്തിലെത്തിയപ്പോൾ ഇവരുടെ കയ്യിലിരിപ്പ് എതിർപക്ഷത്തേക്കാൾ കഷ്ടമായിരിക്കുന്നു. പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളുടെ അഭയകേന്ദ്രമായ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചാണ്. തൊഴിൽ രഹിതരെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവർ നമുക്ക് നൽകുന്ന സേവനങ്ങളുടെ പേരിൽ PSC ചെയർമാനും അംഗങ്ങൾക്കും അടിക്കടി ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കുന്നത് ഇപ്പോൾ വാർത്ത അല്ലാതായിരിക്കുകയാണല്ലോ. ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇടുക്കി ജില്ലയിൽ ജില്ലാ PSC ഓഫീസ് പ്രവർത്തിക്കുന്നത് കട്ടപ്പനയിലാണ്. അതിനാൽ പല ടെസ്റ്റുകളും നടക്കുന്നത് കട്ടപ്പനയിലെ സ്കൂളുകളിലാണ്. കാടും മേടും കാറ്റും കോളും നിറഞ്ഞ ഇടുക്കിയിൽ ഉദ്യോഗാർത്ഥികൾ രാവിലെ 7 മണിക്ക് തൊഴിലിനുള്ള പരീക്ഷ എഴുതുവാൻ കട്ടപ്പനയിൽ എത്തണമെന്ന ഇവരുടെ നിലപാട് ഉദ്യോഗാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പലർക്കും പരീക്ഷ എഴുതുവാൻ പറ്റാത്ത സാഹചര്യമാണ്. അതോ കാറുള്ളവനും കാശുള്ളവനും PSC പരീക്ഷ എഴുതിയാൽ മതിയെന്നാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇന്നും ഇന്നലെയും, അതായത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിൽ വിവിധ തസ്തികകളിലേക്ക് എഴുത്തു പരീക്ഷയുണ്ടായിരുന്നു. മഴയുടെയും കാറ്റിന്റെയും പേരിൽ മഞ്ഞയും ചുവപ്പും അലർട്ടുകൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിലാണ് രാവിലെ 7 മണിക്ക് ഇവർ പരീക്ഷ നടത്തിയത്. ഒന്നുകിൽ തലേ ദിവസം കട്ടപ്പനയിൽ ക്യാമ്പ് ചെയ്യണം, അല്ലെങ്കിൽ പുലർച്ചെ ടാക്സിയിൽ പുറപ്പെടണം. വാഹനം സ്വന്തമായുള്ളവർക്ക് കുഴപ്പമില്ല. അത്താഴപ്പട്ടിണികളുടെ കാര്യം കട്ടപ്പുക. മരമൊടിച്ചിൽ പതിവായ ഇടുക്കിയിലെ റോഡുകളിലൂടെ വെളുപ്പിന് 3 മണി സമയത്ത് യാത്ര ചെയ്യുന്നതിന്റെ ഭീതി മറ്റൊന്ന്. ഇതൊന്നും നമ്മുടെ സർക്കാർ തൊഴിൽദാതാക്കൾക്ക് അറിയില്ലേ എന്നാണ് ഉദ്യോഗാർത്ഥികളും രക്ഷിതാക്കളും ചോദിക്കുന്നത്. ഇന്ന്, അതായത് വ്യാഴാഴ്ച, തൊടുപുഴയ്ക്ക് സമീപം വെള്ളിയാമറ്റം പഞ്ചായത്തിലെ ആദിവാസി മേഖലയിൽ നിന്നും പരീക്ഷ എഴുതുവാനെത്തിയ ഒരു പെൺകുട്ടിക്ക് 5 മിനിറ്റിന്റെ പേരിൽ അവസരം നഷ്ടമായി. വെളുപ്പിന് കുരുതിക്കളത്ത് വന്ന് അവിടെ നിന്നും ഒരു KSRTC ബസ്സിലാണ് അച്ഛനും മകളും എത്തിയത്. സ്കൂൾ കവാടത്തിൽ നിന്നും 100 മീറ്റർ മാറിയാണ് ബസ് നിർത്തിയത്. അവിടെ നിന്നും ഇരുവരും ഓടിക്കിതച്ച് പരീക്ഷാ കേന്ദ്രത്തിൽ എത്തിയപ്പോൾ 5 മിനിറ്റ് വൈകി. രാവിലെ 7:15 മുതൽ അരമണിക്കൂർ സമയം തിരിച്ചറിയൽ രേഖയുടെ പരിശോധനയാണ്. പക്ഷേ കഴുത്തിൽ ടാഗ് ചാർത്തി നിന്ന സാറ് അവരെ ആട്ടി ഓടിച്ചു. പരീക്ഷ എഴുതുവാൻ കൃത്യസമയത്ത് എത്താത്ത ആൾ ജോലി ലഭിച്ചാൽ കൃത്യസമയത്ത് എത്തുമോ എന്നായിരുന്നു ആ മഹാന്റെ ചോദ്യം. എന്തായാലും തർക്കിക്കാൻ നിൽക്കാതെ ആ പിതാവും മകളും മടങ്ങി. ആ പിതാവിന് ഒരു അഭ്യർത്ഥനയെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയെങ്കിലും ഇങ്ങനെ വെളുപ്പാൻ കാലത്ത് ഇടുക്കി ജില്ല പോലുള്ളിടത്ത് എഴുത്തു പരീക്ഷ നടത്തി
കുട്ടികളെ കരയിപ്പിക്കരുതെന്ന്. പൂച്ചപ്ര ദേവരുപാറ സ്വദേശി അനിലിന്റെ വാക്കുകൾ. ബസ് താമസിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു 5 മിനിറ്റ് താമസിച്ചു. ഞങ്ങൾക്ക് അതുകൊണ്ട് എൻ്റെ മോൾക്ക് അവസരം നഷ്ടപ്പെട്ടു. PSC പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല. ഒരു ബുദ്ധിമുട്ടാണ്. ഇനി ഇത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സർക്കാരിൻ്റെ ഇങ്ങനെ വരുന്ന ഒത്തിരി കുട്ടികൾ താമസിച്ച് വരും. അതുകൊണ്ട് സമയത്ത് ബസ്സൊന്നും കിട്ടാത്തതുകൊണ്ട് അകലെ നിന്നൊക്കെ വരുന്നതുകൊണ്ട് പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല. PSC ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന്. അത് ഇടുക്കി ജില്ലയിലെ പല സ്ഥലത്തു നിന്നാണ് വരുന്നത്. ബുദ്ധിമുട്ടാണ്. ബസ് സൗകര്യം കുറവായതുകൊണ്ട്. അതുകൊണ്ട് ഒരു 10 മണിക്കൊക്കെ ആക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ രഹിതരോടുള്ള മനോഭാവമാണ് വെളുപ്പാൻ കാലത്ത് ഹൈറേഞ്ച് മേഖലയിൽ എഴുത്തു പരീക്ഷ നടത്തുന്ന PSC നിലപാടെന്ന് യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറിയും കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ M. മോനിച്ചൻ കുറ്റപ്പെടുത്തി. റെഡ് അലർട്ടും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും മാറി മാറി വരുന്ന ഇടുക്കി ജില്ലയിൽ വെളുപ്പിനെ ബസ്സുകളിൽ ഇടം പിടിച്ച് കട്ടപ്പനയിലെത്തി പരീക്ഷ എഴുതണമെങ്കിൽ 3-4 മണിക്കൂർ യാത്ര ചെയ്ത് മാത്രമേ ഉദ്യോഗാർത്ഥികൾക്ക് കട്ടപ്പനയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായി വാഹനമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ ടാക്സി പിടിച്ച് വരുവാൻ സംവിധാനമുള്ളവരായിരിക്കണം. പീരുമേട് നിന്നും തൊടുപുഴ നിന്നും അടിമാലിൽ നിന്നും മൂന്നാറിൽ നിന്നും ഒക്കെയുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്കായി അവിടെ എത്തുമ്പോൾ ആയിരക്കണക്കിന് രൂപയാണ് അവർക്ക് ഈ ഒരു പരീക്ഷ എഴുതുന്നതിന് വേണ്ടി നഷ്ടമാവുന്നത്. 7:15 എന്ന സമയത്തിന് എത്തിച്ചേരുന്നില്ലെങ്കിൽ അവർക്ക് പരീക്ഷാ ഹാളിൽ കടക്കാൻ പറ്റുന്നില്ല എന്ന വേദനാപരമായ ക്രൂരപരമായ നടപടി PSC അവസാനിപ്പിക്കണം. കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത് 8 മണിക്കോ 9 മണിക്കോ പരീക്ഷ എഴുതാൻ പറ്റുന്ന നിലയിലുള്ള ക്രമീകരണം സമയക്കാര്യത്തിൽ PSC നടപ്പാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത്തരം ക്രൂരത PSC അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ജില്ലയിലെ വിദൂര പ്രദേശങ്ങളായ അടിമാലി, തൊടുപുഴ, കുമളി, മൂന്നാർ മേഖലകളിൽ നിന്നും രാവിലെ ഉദ്യോഗാർത്ഥികളോട് കട്ടപ്പനയിൽ എഴുത്തു പരീക്ഷയ്ക്ക് എത്തുവാൻ നിർദ്ദേശിക്കുന്ന PSC നിലപാട് തൊഴിൽ രഹിതരോടുള്ള ക്രൂരതയാണെന്ന് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസ്യ പറഞ്ഞു. ഇവിടെ കട്ടപ്പനയിൽ നടത്തുന്ന എഴുത്തു പരീക്ഷ 7:15 നടത്തുമ്പോൾ മൂന്നാർ, ദേവികുളം, അടിമാലി, തൊടുപുഴ, കുമളി തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് രാവിലെ 7 മണിക്ക് പരീക്ഷാ ഹാളിൽ ഹാജരാകണമെന്ന് പറയുന്നത് ജില്ലയിലെ ഉദ്യോഗാർത്ഥികളോടുള്ള PSCയുടെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി തിരുത്തുവാനായിട്ട് അധികൃതർ തയ്യാറാകണം. ഇല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധ സമരങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുമെന്ന് അറിയിക്കും. ഇടുക്കിയിലെ ഭൂപ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ കട്ടപ്പന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എഴുത്തു പരീക്ഷ നടത്തുമ്പോൾ രാവിലെ 10 മണിയോ അല്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് 2 മണിയോ സമയം ക്രമീകരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് സൗകര്യം ഒരുക്കണമെന്ന് PSC അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. കട്ടപ്പന ഓഫീസിന് കീഴിൽ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി 7 മണിക്ക് ഹാജരാകണമെന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എത്തിച്ചേരുക വലിയ പ്രയാസമാണ്. ആ പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടി മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി പരീക്ഷാ സമയം ക്രമീകരിച്ച് ഒന്നെങ്കിൽ രാവിലെ 11 മണി മുതലോ അതല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് 2 മണി മുതലോ പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിക്കുവാനുള്ള ഒരു നടപടി ഉണ്ടാകണമെന്നാണ് PSCയോട് ആവശ്യപ്പെടുവാനുള്ളത്. എന്തായാലും സർക്കാർ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ടെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ചില PSC ഉദ്യോഗസ്ഥരുടെ മനോഭാവം. ജോലി ഇല്ലാത്തതിന്റെ വിഷമം അറിയാവുന്നവർ ജോലി ലഭിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം മറക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ നാട് നേരിടുന്ന ഒരു വിപത്ത്. എന്തായാലും ഇടയ്ക്കിടെ പാവങ്ങളുടെ പേര് പറയുന്ന സംസ്ഥാന ഭരണ നേതൃത്വം ഇടുക്കിയിലെ പാവങ്ങളായ ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ മനസ്സിലാക്കി പ്രശ്നപരിഹാരം കാണണമെന്നാണ് പാവങ്ങളുടെ അഭ്യർത്ഥന. കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിന് സമീപത്തു നിന്നും BBC ന്യൂസിനു വേണ്ടി സാബു നെയ്യശ്ശേരി. ദീപിക സീഖ് എഡ്യൂക്കേഷൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും SLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. ദീപിക സീഖ് എഡ്യൂക്കേഷൻ അക്കാദമിക് എക്സലൻസ് അവാർഡ് വിതരണവും SLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോനാപ്പള്ളി ഓഡിറ്റോറിയത്തിൽ തൊടുപുഴ നഗരസഭാ ചെയർമാൻ K. ദീപകിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ പ്രകൃതിയുമായി ബന്ധമുണ്ടാകണം.
മാനസികാരോഗ്യം ഉണ്ടാകില്ല. നിങ്ങൾക്കറിയാം, കോവിഡ് വന്നപ്പോഴേ ഒത്തിരി പേര് മാനസികാരോഗ്യം നഷ്ടപ്പെട്ടു. കാരണം എന്തായിരുന്നു? സ്കൂളിൽ പോകാൻ പറ്റിയില്ല, കളിക്കാൻ പോകാൻ പറ്റിയില്ല, പുറത്തു പോകാൻ സാധ്യതയില്ല, മുറികളിലിരുന്നു. നിങ്ങൾ മാനസികാരോഗ്യമുള്ള നല്ല വ്യക്തികളായി തീർന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകില്ല. ആത്മീയ ആരോഗ്യം, മാനസികാരോഗ്യം, ശാരീരിക ആരോഗ്യം, ഇത് മൂന്ന് പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പറയുകയാണ്, നിങ്ങള് നാളെ നാട്ടിൽ നയിക്കേണ്ടവരാണ്. അത് നയിക്കേണ്ട ആളുകള് നല്ല രീതിയിൽ നിങ്ങളുടെ സ്വഭാവം നിർവഹിച്ചില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പരിഗണിക്കില്ല. മാർക്ക് കടലാസിൽ മാർക്കുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വാസ്തവിൽ മാർക്കുണ്ടാകും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ മാർക്കുണ്ടാകില്ല. ഞാൻ നിങ്ങളെ വിശ്രമിക്കാൻ പറഞ്ഞില്ല. കാരണം പലപ്പോഴും കാണുന്നത് പരീക്ഷയെ മാർക്ക് കിട്ടി എല്ലാം തീർന്നെന്ന് വിചാരിക്കുന്നത് പരീക്ഷയുടെ വിജയത്തെക്കാൾ കൂടുതൽ ജീവിതത്തിലുള്ള വിജയമാണ് പ്രധാനപ്പെട്ടത്. ജീവിതത്തിൽ വിജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയെ സാധ്യതയുള്ളൂ, മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ആദ്യത്തെ റിസൾട്ട് മാത്രമേ ആവുള്ളൂ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുകയുള്ളൂ. സെക്കൻഡ് സ്റ്റെപ്പ്, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല വ്യക്തികളായിത്തീരണം. ഉയർന്നു വരണം. ഉയർന്നു വന്ന് നല്ല നല്ല ജോലികളിൽ പ്രവേശിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ചെയർമാനെ പോലെയോ അല്ലെങ്കിൽ ഡയറക്ടർ അച്ഛനെ പോലെയോ അല്ലെങ്കിൽ മറ്റേ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ് അങ്ങനെ ആയി തീരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നല്ല വ്യക്തികളല്ലെങ്കിൽ നിങ്ങളെ ആരും പരിഗണിക്കില്ലായിരുന്നു. സയൻസ് വിഷയത്തിൽ 80% മുകളിൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും SSLC, +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും ചടങ്ങിൽ ആദരിച്ചു. രാഷ്ട്രദീപിക മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. Maria Matthew, Maria Michael Pito, Kanya, Meenakshi Sundar, Emily Manuel. രാഷ്ട്രദീപിക ലിമിറ്റഡ് ഡയറക്ടർ ഫാദർ തോമസ് പോത്തനാമൊഴി, മുതലക്കോടം ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ, സി കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ജിബിൻ ബിനു ജോസഫ്, DFC കോതമംഗലം രൂപത ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം, ദീപിക റീജിയണൽ ഡയറക്ടർ മിന്നൽ ജോർജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദീപിക ജനറൽ മാനേജർ ഫാദർ ജിനോ പുന്നമറ്റത്തിൽ സ്വാഗതവും PRO മാത്യു കൊല്ലമലക്കരോട്ട് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മലയോര കർഷകന്റെ കണ്ണീരിൽ ഇടത് സർക്കാർ ഒലിച്ചു പോകുമെന്ന പ്രൊഫസർ MJ ജേക്കബ്. കർഷക സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുക്കി പിന്നാമ്പുറത്തുകൂടി കർഷകനെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ അധികാരത്തിന് വേണ്ടി കർഷകദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മലയോര കർഷകന്റെ കണ്ണീരിൽ ഇടത് സർക്കാർ ഒലിച്ചു പോകുമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ്. കർഷക സ്നേഹം വാക്കുകളിൽ മാത്രം ഒതുക്കി പിന്നാമ്പുറത്ത് കൂടി കർഷകനെ എങ്ങനെ ഉപദ്രവിക്കാമെന്ന് ഗവേഷണം നടത്തുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കർഷകരുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് എം പ്രതിനിധിയായി ഇടുക്കിയിൽ നിന്ന് മന്ത്രിസഭയിലെത്തിയ റോഷി അഗസ്റ്റിൻ
അധികാരത്തിന് വേണ്ടി കർഷകദ്രോഹ നടപടികൾക്ക് കൂട്ടുനിൽക്കുകയുമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹൈക്കോടതി കർഷകർക്ക് അനുകൂലമായി പ്രസ്താവിച്ച വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയി കർഷകർക്കെതിരെ വിധി സമ്പാദിച്ചത്. 1993 ചട്ടപ്രകാരം ലഭിച്ച പട്ടയഭൂമിയിൽ കർഷകൻ നട്ടുപരിപാലിച്ച മരം മുറിച്ച് വിൽക്കാൻ അനുമതി ഉണ്ടെന്നാണ് ഹൈക്കോടതി വിധി. ഇതിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയ സർക്കാർ കർഷകന്റെ പട്ടയഭൂമിയിൽ മേൽ ഉള്ള എല്ലാ അവകാശങ്ങളും വനം വകുപ്പിന് അടിയറവ് വച്ചു. ഒരു പാവം കർഷകനെ ഉപദ്രവിക്കാൻ ലക്ഷങ്ങൾ മുടക്കി സർക്കാർ സുപ്രീം കോടതിയിലെത്തി. സർക്കാർ ഒപ്പമുണ്ടെന്ന് കവലകൾ തോറും ഫ്ലക്സ് അടിച്ച് പ്രദർശിപ്പിക്കുന്നത് മാത്രമാണ് ഈ സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ കൈവശമുള്ള പട്ടയമുള്ള ഭൂമിയിലെ മരം മുറിച്ചതിന് പിന്നിലാണ് ഫോറസ്റ്റ് വകുപ്പ് കേസെടുത്തത്. ഈ കേസ് 13/5/2022 ജസ്റ്റിസ് മേരി ജോസഫ് ജയകുമാറിന് അനുകൂലമായിട്ട് വിധിച്ചു. എന്ന് പറഞ്ഞാൽ പട്ടയഭൂമിയിലുള്ള മരം മുറിക്കുന്നതിന് കൃഷിക്കാരന് അവകാശമുണ്ട്. അതിൻ്റെ പേരിൽ കേസെടുക്കുവാൻ ഫോറസ്റ്റ് വകുപ്പിന് അധികാരമില്ല എന്നുള്ള വിധിയാണ് വന്നത്. ഈ വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു. ആ അപ്പീലിൽ നമുക്കറിയാം സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് സന്ദീപ് മൊഹന്ത ഇവരടങ്ങുന്ന ബെഞ്ച് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എടുത്ത കേസ് ശരിയാണ് എന്ന് പറഞ്ഞ് വിധി പ്രസ്താവിക്കുകയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് തന്നെ സുപ്രീം കോടതിയിൽ പോവുകയും ആ സുപ്രീം കോടതി കൃഷിക്കാരനെതിരായിട്ട് വിധി പ്രസ്താവിക്കുകയും ചെയ്തു. ഈ വിധിയുടെ ദൂരവ്യാപകമായിട്ടുള്ള വിശാഖാതം എന്ന് പറയുന്നത് 93 പട്ടയത്തിൽ 93 ചട്ടപ്രകാരം ഉള്ള പട്ടയം, ആ പട്ടയത്തിൽ നിൽക്കുന്ന ഒരു മരവും ഇനി മുറിക്കാൻ പറ്റില്ല. കൃഷിക്കാരൻ നട്ടു വളർത്തിയ പിന്നെ അവർക്ക് അനുവദനീയമായിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട മരങ്ങൾ മുറിക്കുന്നതിന് പോലും അല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന് ആരോടാണ് പ്രതിബദ്ധത? ജനങ്ങൾക്ക് അനുകൂലമായി നിൽക്കേണ്ട ഗവൺമെന്റ് ജനപ്രതിനിധികൾ മനഃപൂർവ്വമായിട്ട് ഇവിടെ അപ്പീൽ പോവുകയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോവുകയും കൃഷിക്കാർക്കെതിരായിട്ട് വിധി സമ്പാദിക്കുകയും ചെയ്തിരിക്കുകയാണ്. മൂലമറ്റത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ MJ ജേക്കബിനൊപ്പം ജോസുകുട്ടി തുടിയൻപ്ലാക്കൽ, AD മാത്യു, ജിൽസ് അഗസ്റ്റിൻ, ജോമോൻ മൈലാടൂർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ഇടുക്കി ജില്ലാ തൊഴിൽ നൈപുണ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി CG CN മുഖ്യ പ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. നമ്മുടെ രാജ്യത്ത് ബാലവേല നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ അത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിർബന്ധമായി ഒരു ജോലി ചെയ്യിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ അങ്ങനൊരു നിയമമായി തന്നെ നമ്മുടെ ഭരണഘടനയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ ബാല്യകാലത്തിൽ അവർക്ക് പഠിക്കുന്നതിനും അവർക്ക് കളിക്കുന്നതിനും അവർക്ക് ഈ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നതിനുമുള്ള ഒരു അവസരം നൽകുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും കൂട്ടുകാരും അധ്യാപകരും ഒക്കെയായി ചിലവഴിക്കേണ്ടുന്ന ജീവിതത്തിലെ ഏറ്റവും അമൂല്യവും അതുപോലെ വിലപ്പെട്ടതുമായ നിമിഷങ്ങളാണ് നമ്മൾ 18 വയസ്സിൽ താഴെയുള്ള വിദ്യാഭ്യാസ കാലഘട്ടം. ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു മഹത്വം ഒരുപക്ഷെ മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞ്
പ്രായമൊക്കെയായി അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനായി അപ്പൂപ്പനായി അമ്മൂമ്മയൊക്കെയായി ഒക്കെ മാറുന്ന സാഹചര്യത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി CGCN മുഖ്യ പ്രഭാഷണം നടത്തി. ഇക്ബാൽ പല വട്ടം ശ്രമിച്ചു അവർ രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ മുതലാളി ഇക്ബാലിനെ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു, വീണ്ടും ഉപയോഗിച്ചു, പണിയെടുപ്പിച്ചു. 10 വയസ്സായപ്പോ ഇക്ബാല് അവിടെ രക്ഷപ്പെട്ടു. ഇക്ബാല് അവിടെ രക്ഷപ്പെട്ട ശേഷം ഇക്ബാലിന്റെ ജീവിതത്തിൽ ഏകദേശം 6 വർഷത്തെ ജീവിതത്തിൽ ഇക്ബാലെ കണ്ടിട്ടുള്ള ഒരുപാട് കുട്ടികളെ ഇങ്ങനെ അടിമ വേല ചെയ്യുന്ന അനുഭവം കണ്ടുപഠിച്ച ഇക്ബാല് ഈ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യുന്നതിനെ സമരം നടത്തി. അത് ലോക ശ്രദ്ധ ആകർഷിച്ചു. കാരണം ഒരു കുട്ടി ഒരു സമരം നടത്തുകയാണ്, അത് ലോക ശ്രദ്ധ ആകർഷിച്ചു. ഒരുപാട് സംഘടനകൾ ഏൽപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിപ്ലവങ്ങൾ നടന്നു. ഈ 2 വർഷം കൊണ്ട് ഇക്ബാല് 3000 കുട്ടികളെ ഈ ബാലവേലയിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു. പക്ഷേ ഇക്ബാല് 12 വയസ്സുള്ളപ്പോ ഇങ്ങനെ നടക്കുന്ന പ്രക്ഷോഭങ്ങളിലേക്ക് ഇക്ബാലിനെ മുതലാളിമാരുടെ ഗുണ്ടകൾ വെടിവെച്ചു കൊടുത്തു. അങ്ങനെ 12ാമത്തെ വയസ്സിൽ ഇക്ബാല് മരണപ്പെട്ടു. ഇടുക്കി ജില്ലാ ലേബർ ഓഫീസർ സ്മിത KR അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ ഡെപ്യൂട്ടി ലേബർ ഓഫീസർ ബൈജു ബാബു സ്വാഗതം ആശംസിച്ചു. ഇടുക്കി ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശീലൻ, തൊടുപുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബിജു VA, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ എന്നിവർ ആശംസകൾ നേർന്നു. തൊടുപുഴ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അബി സെബാസ്റ്റ്യൻ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് IPS വിശിഷ്ട അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. TTECS പ്രസിഡന്റ് ജോർജ് പുതുമന അധ്യക്ഷത വഹിച്ചു. സീനിയർ പ്രിൻസിപ്പലും അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ ജോയി ജോസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ ഷീനു സൈമൺ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. തൊടുപുഴ കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് IPS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ഭദ്രദീപം തെളിയിക്കുകയും ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ 4 മേഖലകളാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡ്രോൺ മേക്കിംഗ്. അതായത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ പറയുന്നത് അടുത്ത 5 വർഷത്തിൽ 5 കോടി ജോലികൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലേ ഉണ്ടാവുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പഠനം കേരളത്തിൽ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ തുടങ്ങി കഴിഞ്ഞു 3 വർഷമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ അവരും ഓഫ്ലൈനും ഓൺലൈൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡിഗ്രിയും കൊടുക്കുന്നുണ്ട്, ഡിപ്ലോമയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെ എത്ര കുട്ടികൾക്ക് അറിയാമായിരുന്നു? എല്ലാ കോളേജുകളും ഞാൻ സ്കൂൾ കോളേജിൽ ചോദിച്ചപ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ യു ഷുഡ് നോ. അത് നമ്മുടെ ഭാവിയിൽ ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു മേഖലയാണ്. അവിടെ ക്യൂ ഒന്നുമില്ല, പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യും. നീറ്റ് പരീക്ഷ ഇല്ലെങ്കിൽ JEE പരീക്ഷ കുട്ടികളെ എഴുതുന്നത്, ഇന്ത്യ രാജ്യത്തിന് എഴുതുന്നത് ഓരോ പരീക്ഷ 30 ലക്ഷം കുട്ടികളാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ TTECS പ്രസിഡന്റ് ജോർജ് പുതുമന അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഷീനു സൈമൺ സ്വാഗതം ആശംസിച്ചു.
തുടർന്ന് 10+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ആദരിച്ചു. സീനിയർ പ്രിൻസിപ്പലും അക്കാദമിക് ഡയറക്ടറുമായ ഡോക്ടർ ജോയ് ജോസഫ്, TTECS സെക്രട്ടറി സ്റ്റീഫൻ പച്ചിക്കര, അഡ്മിനിസ്ട്രേറ്റർ രാജു തോമസ് എന്നിവർ ആശംസ നേർന്നു. സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് ആൻസി കെ ഫ്രാൻസിസ് നന്ദി രേഖപ്പെടുത്തി. A1 in 4 subjects. A1 in 4 subjects. In 4 subjects. Jordan Joby. School topper. Mark for social science, Malayalam and IT. Naina D. subjects, social and IT subjects. 100 out of 100. Brown, social science, 100 out of 100. Navani. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വഴുത്തലയിൽ കുടിവെള്ള പൈപ്പിടാൻ പൊളിച്ച റോഡ് നാട്ടുകാർക്ക് അപകടക്കെണിയാകുന്നു. ഏറെ തിരക്കുള്ള വഴുത്തല ടൗണിലാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്ന റോഡുള്ളത്. ടൗണിൽ നിന്ന് പുറപ്പുഴയ്ക്കുള്ള റോഡിലേക്ക് ഇറങ്ങിയാൽ 300 മീറ്ററിലേറെ ഒരു വശം തകർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കിടങ്ങിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ വിദ്യാർത്ഥി അച്ഛനൊപ്പം യാത്ര ചെയ്യവേ വാഹനം കിടങ്ങിൽ വീണ് അപകടമുണ്ടായി. തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത്. വിവരം അറിയിച്ചിട്ടും MLA അടക്കമുള്ള അധികൃതർ നടപടിയൊന്നും എടുത്തിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. കുടിവെള്ള പൈപ്പിടാൻ പൊളിച്ച റോഡ് നാട്ടുകാർക്ക് കെണിയാകുന്നു. ഏറെ തിരക്കുള്ള വഴുത്തല ടൗണിലാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്ന റോഡുള്ളത്. ടൗണിൽ നിന്ന് പുറപ്പുഴയ്ക്കുള്ള റോഡിലേക്ക് ഇറങ്ങിയാൽ 300 മീറ്ററിലേറെ ഒരു വശം തകർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ പൊളിച്ചതാണ് ഈ ഭാഗം. 3 മാസത്തോളം പണികൾ നീണ്ടതായി നാട്ടുകാർ പറഞ്ഞു. ശേഷം അവർ മണ്ണിട്ട് മൂടി. വീണ്ടും 3 മാസത്തോളം പിന്നിടുമ്പോൾ വാഹനങ്ങൾ കടന്നുപോയി മണ്ണിട്ട ഭാഗം ഇരുന്ന് കിടങ്ങായി. ഇപ്പോൾ ഒരടിയോളം താഴ്ചയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മിഷൻ്റെ പദ്ധതിയുമായി ഭാഗപ്പെട്ട് പൈപ്പ് മാറ്റൽ, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് പൈപ്പ് കടന്നത് കാസ്റ്റൻ പൈപ്പ് ഇടുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്ത് അതിൻ്റെ ശേഷം വരുന്ന പ്രക്രിയകൾ ഇവരിപ്പോൾ വാട്ടർ അതോറിറ്റിക്കാർ പറയുന്നത് നമ്മൾ PWDക്ക് ഫണ്ട് അടച്ചിട്ടുണ്ടെന്ന്, 80% പൈസ അടച്ചിട്ടുണ്ടെന്ന്. എങ്കിൽ അത് PWD അത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തൊട്ടടുത്ത പഞ്ചായത്ത് ഓഫീസുണ്ട്, അത് സ്ഥലം MLAയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഇവർ അധികൃതരാരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള സന്മനസ് കാണിക്കുക. ഇവിടെ ജനങ്ങൾ എല്ലാ ദിവസവും കുട്ടികൾ സ്കൂൾ തുറന്നു, ഇതിൽ പോകുന്ന വഴിക്ക് ബൈക്കിൽ വന്നു കുട്ടികളെ കൊണ്ട് വീഴുന്നു. ഇന്നലെ തന്നെ 2 കുട്ടികളെ കൊണ്ട് വീണ് ഒരു കുട്ടിയുടെ കാലിൽ മുട്ട് പൊട്ടി ഞങ്ങളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ ദിവസവും ആകുമ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി വന്നിരിക്കുകയാണ്. ഇത് സഞ്ചാരയോഗ്യമാക്കി തരിക എന്നുള്ളതാണ് മെയിൻ കാര്യം. അത് അധികൃതർ ഇത് ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾ ഒരുമിച്ച് ഇത് രണ്ട് രീതിയിൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ്. കിടങ്ങിൽ വീണ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ചൊവ്വാഴ്ച രാവിലെ വഴുത്തലയിലെ സ്കൂൾ വിദ്യാർത്ഥി അച്ഛനൊപ്പം യാത്ര ചെയ്യവേ വാഹനം കിടങ്ങിൽ വീണ് അപകടമുണ്ടായി. തൊട്ടടുത്ത് ആശുപത്രി ഉണ്ടായിരുന്നതിനാൽ അപ്പോൾ തന്നെ മുറിവ് വെച്ചുകെട്ടി. ഇത് നിരവധി അപകടങ്ങളിൽ ഒന്ന് മാത്രമാണ്. റോഡിന്റെ ആകെ വീതിയുടെ 4/1 ഭാഗവും കിടങ്ങാണ്. പുറപ്പുഴ വഴി തൊടുപുഴയ്ക്ക് പോകുന്ന ബസ്സുകൾ, കോളേജ്, സ്കൂൾ വാഹനങ്ങൾ, മറ്റ് സ്വകാര്യ വാഹനങ്ങളും അടക്കം നിരവധി പേർ യാത്ര ചെയ്യുന്ന വഴിയാണ് ഇത്. എതിരെ വാഹനം വന്നാൽ നിർത്തിക്കൊടുക്കണം. വാട്ടർ പൈപ്പിടാൻ വേണ്ടിയിട്ട് കുഴിച്ചതായ റോഡ്, ആ കുഴിച്ച് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഇത് വികാരം ഉണ്ടാകണം. അപ്പോൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ടാർ ചെയ്യുമെന്ന് പറഞ്ഞാൽ, പക്ഷേ ടാർ ചെയ്തില്ലെന്ന് മാത്രമല്ല വാട്ടർ അതോറിറ്റി പൈസ കെട്ടിവെച്ചതായിട്ടാണ് ഞങ്ങളുടെ അറിവ്. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിലെ നിരന്തരം ഈ സൈസ് ഇപ്പോൾ തന്നെ ആ മണൽ പോകുന്നത് ഒരു 40-50 വണ്ടി ഒരു ദിവസം രാവിലെ 5 മണി മുതൽ ഇതിലിങ്ങനെ വണ്ടികൾ കുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ സ്കൂൾ സമയത്തൊക്കെ പിള്ളേർക്ക് ഇതിൽ പോകാൻ പറ്റുന്നത്. ഇത് റോഡ് കാണാൻ മതി, അങ്ങനെ എത്തി കുടിച്ച് ഒരു കാരണവശാലും ഇത് അങ്ങനെ പൈപ്പ് ഇടേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മാറ്റി പൈപ്പ് ഇട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ ആക്കിയ സ്ഥിതി. പുറപ്പുഴ പഞ്ചായത്ത് ഓഫീസ്, സപ്ലൈകോ, ആശുപത്രി, സ്കൂൾ എന്നിവ ഈ ഭാഗത്തു നിന്ന് വിളിച്ചാൽ കേൾക്കുന്നത്ര ദൂരത്തുണ്ട്. ഇവിടങ്ങളിലേക്കും വഴുത്തല ടൗണിലേക്കും പോകുന്നവർ ഏറെ ബുദ്ധിമുട്ടിലാണ്. സ്കൂൾ തുറന്നതോടെ ഒട്ടേറെ വിദ്യാർത്ഥികൾ സൈക്കിളിലും കാൽനടയായും ഇതിലെ സഞ്ചരിക്കുന്നു. വിവരം അറിയിച്ചിട്ടും MLA അടക്കമുള്ള അധികൃതർ നടപടിയൊന്നും എടുത്തില്ലെന്ന് ആക്ഷേപമുണ്ട്. പൈപ്പ് പണിക്കായി കുഴിച്ചത് മൂടിയെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പൊതുമരാമത്ത് വകുപ്പ് റോഡ് പണിക്കായി 2 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് വേണ്ട വിധം ഉപയോഗിക്കാൻ മുൻകൈയെടുക്കാൻ ആരോരുമില്ലേ എന്ന ചോദ്യവും ഉയരുന്നു. പ്രവൃത്തിക്കായി ടെൻഡർ നടപടികൾ പോലും തുടങ്ങിയിട്ടില്ലെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, വഴുത്തല. സ്ഥിരമായി വന്നിരിക്കുന്ന കൂവപ്പള്ളി ജംഗ്ഷൻ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോൾ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിഷമം. ഉടൻ തന്നെ വൃത്തിയാക്കാൻ ഒരുങ്ങി.
91 വയസ്സിലും ജംഗ്ഷൻ വൃത്തിയാക്കാൻ തയ്യാറായ ജോസഫ് ചേട്ടനെ കണ്ടപ്പോൾ നാട്ടുകാരും കൂടെ കൂടി. നോബി തോമസ് തയ്യാറാക്കിയ വാർത്ത കാണാം. സ്ഥിരമായി വന്നിരിക്കുന്ന ജംഗ്ഷൻ വൃത്തിയല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഭരണകൂടത്തിനെ വിമർശിക്കും, പിന്നെ നടന്നു നീങ്ങും. പക്ഷേ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അങ്ങനെ തോന്നിയില്ല. പ്രായമൊന്നും വകവയ്ക്കാതെ PC ജോസഫ് വൃത്തിയാക്കാൻ ഒരുങ്ങി. 91 വയസ്സിലും വളരെ ആത്മാർത്ഥമായ ഒരു സേവനമാണ് ജോസഫ് ചേട്ടൻ നാടിനു വേണ്ടി നൽകിയത്. നാടിനു വേണ്ടി നൽകിയ സേവനമാണ് ഇതെന്നാണ് ജോസഫ് ചേട്ടൻ പറഞ്ഞത്. ഞാൻ 40-45 വർഷമായിട്ട് നാടിൻ്റെ ഒരു സേവകനായിട്ട് പ്രവർത്തിക്കുക. 15 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്നു. ബാങ്ക് മെമ്പർ, ബാങ്ക് പ്രസിഡന്റ്, ഇങ്ങനെ എല്ലാ നിലയിലും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ സഹകരണത്തോടുകൂടെ അങ്ങനെ അതെല്ലാം ഒന്ന് കുറേ പിള്ളേർ കൂടുകയും ചെയ്തു കേട്ടോ. ഞാൻ തന്നെയല്ല, ഞാൻ വന്ന് പണി തുടങ്ങിയപ്പോഴത്തെ ആൾക്കാർ വന്ന് കൂടി. മുൻപത്തെ പോലെ നേതൃത്വം വഹിക്കാൻ ജോസഫ് ചേട്ടൻ നിന്നതോടെ നാട്ടുകാരും കൂടെ കൂടുകയായിരുന്നു. വൃത്തിയാക്കാൻ മുൻകൈയെടുത്ത ജോസഫ് ചേട്ടന് നാട്ടുകാർ അനുമോദിച്ചു. അനേക വർഷക്കാലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബാങ്ക് പ്രസിഡന്റ് എന്നിവരിൽ പ്രവർത്തിച്ചിട്ടാണ്. നാടിൻ്റെ പുരോഗമനത്തിന് വേണ്ടി അത്യധികം പരിശ്രമിക്കുന്നയാളാണ്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ നാടിൻ്റെ പരിസരങ്ങളും റോഡിൻ്റെ പരിസരങ്ങളൊക്കെ വൃത്തികളായി കിടക്കുന്ന ഉൾക്കൊണ്ടയോടുകൂടി വളരെ ആശങ്കയോടുകൂടി ഇതിനെ കാണുകയും ഇന്ന് രാവിലെ തന്നെ എത്തിയ സമയത്ത് ഗ്രൂപ്പിലെ ജംഗ്ഷൻ ഭാഗത്ത് തന്നെ വളരെ മോശമായി കിടന്ന സാഹചര്യത്തിൽ ഇതിൽ മാറ്റം വേണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതെല്ലാം വൃത്തിയാക്കുക. അതിനോടൊപ്പം തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ 90-ാമത്തെ വയസ്സിലും ഈ പ്രവർത്തനം കണ്ടിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരെ കൂടി അത് മാതൃകാപരമായ ഒരു പ്രവർത്തനം അവർക്ക് മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ജോസഫ് ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ നാട്ടിലെ പല പ്രദേശങ്ങളും നാശമായി പോകാൻ കാരണം ജോസഫ് ചേട്ടനെ പോലെ നേതൃത്വം നൽകി കാര്യങ്ങൾ നടത്താൻ ആർജവുമുള്ള നേതാക്കന്മാർ ഇല്ലാത്തതാണ്. ജോസഫ് ചേട്ടന്റെ ഈ സേവന പ്രവൃത്തി നേതാക്കന്മാരുടെ കണ്ണു തുറക്കട്ടെ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ മ്ലാമല യൂണിറ്റിന്റെ 2025-2026 വാർഷിക പൊതുയോഗം മ്ലാമല പള്ളിക്കട സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. KVVES ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ മ്ലാമല യൂണിറ്റിന്റെ 2025-2026 വാർഷിക പൊതുയോഗം മ്ലാമല പള്ളിക്കട സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വ്യാപാര സമൂഹത്തിന്റെ ഉന്നമനത്തിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമായി രൂപീകരിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പീരുമേട് നിയോജകമണ്ഡലത്തിനു കീഴിൽ രൂപീകരിച്ച മ്ലാമല യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ വർഷാവർഷങ്ങളിൽ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് 2025-2026 വർഷത്തെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത്. വണ്ടിപ്പെരിയാർ മ്ലാമല പള്ളിക്കട സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ KVVES മ്ലാമല യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി മാണി അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് KK ചന്ദ്രൻകുട്ടി സ്വാഗതം ആശംസിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ രക്ഷിച്ചില്ലേ? പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് വേണ്ട അതൊന്നുമല്ല. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടിയാണ് ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന രീതിയിൽ ഞാൻ നിൽക്കുന്നത്. ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഞങ്ങൾക്ക് ഓരോ കുടുംബത്തിനെയും എൻ്റെ കുടുംബാംഗമായി കണ്ടുകൊണ്ട് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിച്ചു. ഇപ്പോൾ മുനിയാണ്ടിയുടെ ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞൊരു കാലഘട്ടത്തിലാണെങ്കിൽ മുനിയാണ്ടിയുടെ ഭാര്യ ഇവിടെ ഇരിക്കില്ല. കാരണം ആ കാലഘട്ടം കഴിഞ്ഞ് പോയി. നമ്മളെന്താ ചെയ്തത്? നമ്മൾ കൃത്യമായി ആവശ്യ സമയത്ത് കൃത്യമായി പണം എത്തിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ പലപ്പോഴും അന്വേഷിക്കാറുള്ള, പലപ്പോഴും കടകളിലൊക്കെ പലരും വരുമ്പം മുനിയാണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പം മുനിയാണ്ടി നടത്തിയേക്കാൾ നന്നായിട്ട് ആ സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നാ ഞാൻ മനസ്സിലാക്കിയത്. 24 ആളുകൾ മരണപ്പെട്ടു നമ്മുടെ ജില്ലയിൽ. 24 പേര്, 2 പേര് സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്ന ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഒന്ന് ആദ്യം മരണപ്പെട്ട ഏലപ്പാറയിലെ മനു, പിന്നെ ഒന്ന് ഇപ്പം മരണപ്പെട്ട പവിത്ര ഗോൾഡിൻ്റെ ഓള സണ്ണി. ഈ 2 പേര് ഒഴിച്ച് 22 കുടുംബാംഗങ്ങൾ. ആ 22 കുടുംബാംഗങ്ങൾ ഒന്നുമല്ലാതെ പോകുന്ന ഒരവസ്ഥയിൽ നിന്നാണ് നമ്മൾ അവരെ കൈപിടിച്ചുയർത്തിയത്. ഞാൻ ഈ 22 പേരുടെ കുടുംബത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയതാണ്. KVVES പീരുമേട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി. കാരുണ്യ സുരക്ഷാ പദ്ധതി റിപ്പോർട്ട് വെൽഫെയർ ഓഫീസർ KR സുരേഷും വാർഷിക റിപ്പോർട്ട് ശ്രീലാൽ PS-ഉം MS സുരേഷ് വാർഷിക കണക്കും അവതരിപ്പിച്ചു.
കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച യൂണിറ്റ് അംഗത്തിന്റെ മകൾ ഡയാന ചാക്കോയെ ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. KVVS പീരുമേട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി YN രാജു, വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S അൻപരാജ്, യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ SN ബിജു, VC ബാബു, കബീർ താനിമുട്ടിൽ, ജോൺ ജോസഫ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. BBC ന്യൂസ്. പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പോലീസുകാരൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ വൈശാഖിനെയാണ് അറസ്റ്റ് ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ വെച്ച് വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പോലീസുകാരൻ അറസ്റ്റിൽ. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായ വൈശാഖാണ് പിടിയിലായത്. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലാണ് സംഭവം നടക്കുന്നത്. സ്റ്റേഷനോട് ചേർന്ന് വനിതാ പോലീസുകാർ വസ്ത്രം മാറുന്ന സ്ഥലത്താണ് ഇയാൾ ഒളിക്യാമറ വെച്ച് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകിയതോടെ പോലീസുകാരി പരാതി നൽകിയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. BBC ന്യൂസ്, വണ്ടിപ്പെരിയാർ. നെടുങ്കണ്ടം മയിലാടുംപാറയിൽ കാട്ടുപന്നി കൂട്ടത്തിന്റെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. മയിലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടയിൽ കാട്ടുപന്നി കൂട്ടം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. നാട്ടുകാരെത്തിയാണ് അനൂപിനെ ആശുപത്രിയിൽ എത്തിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത്. CCTV ടെക്നീഷ്യനായ അനൂപ് നെടുങ്കണ്ടത്ത് ജോലി കഴിഞ്ഞ് മയിലാടുംപാറയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അപകടം. കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ മയിലാടുംപാറയ്ക്ക് സമീപം എത്തിയപ്പോൾ കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ ഇടിച്ചു മറിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ അനൂപിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു. റോഡരികിലെ പാറയിൽ തലയിടിച്ചാണ് വീണത്. ഹെൽമറ്റ് വെച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റില്ല. നാട്ടുകാർ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് മയിലാടുംപാറ പള്ളിക്ക് സമീപത്ത് വെച്ച്, അതായത് മയിലാടുംപാറയ്ക്കും പള്ളിക്കും ഇടയ്ക്ക് വെച്ച് ഒരു കൂട്ടം കാട്ടുപന്നികൾ എന്നെ ആക്രമിക്കുകയുണ്ടായി. ഞാൻ നല്ല മഴച്ചാറ്റിലും ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മഞ്ഞും ഉണ്ടായിരുന്നു ആ സമയത്ത്. അന്നെനിക്കൊരു കൂട്ടം പന്നികൾ എൻ്റെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ചാടുകയും പന്നിക്കൂട്ടത്തിലേക്ക് എൻ്റെ സ്കൂട്ടർ കയറി പന്നികൾ എന്നെ റോഡിലിടിച്ചിടുകയും ചെയ്തു. മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ്. സംസ്ഥാന പാതയിലടക്കം വൈകുന്നേരങ്ങളിലും പുലർച്ചെയും കാട്ടുപന്നിയുടെ സാന്നിധ്യം പതിവാണ്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. 4 പ്രധാന കൊലക്കേസുകളിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയ ഇടുക്കി പോലീസ് ഡോഗ് സ്ക്വാഡിലെ ട്രാക്കർ ഡോഗ് ജെനി വിടവാങ്ങി. 2013 ഓഗസ്റ്റിലായിരുന്നു പോലീസ് ഡോഗ് സ്ക്വാഡിലേക്ക് ജെനി എത്തിയത്. K9 സ്ക്വാഡിലെ ഏറ്റവും മികച്ച ട്രാക്കർ ഡോഗ് ആയിരുന്നു ജെനി. 2023 ജൂലൈയിൽ സർവീസിൽ നിന്ന് വിരമിച്ചു. 4 പ്രധാന കൊലക്കേസുകളിൽ നിർണായക തെളിവുകൾ കണ്ടെത്തിയ ഇടുക്കി പോലീസ് ഡോഗ് സ്ക്വാഡിലെ ട്രാക്കർ ഡോഗ് ജെനി വിടവാങ്ങി. 2013 ഓഗസ്റ്റിലായിരുന്നു പോലീസ് ഡോഗ് സ്ക്വാഡിലേക്ക് എത്തിയത്. തുടർന്ന് തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം നേടി. K9 സ്ക്വാഡിലെ ഏറ്റവും മികച്ച ട്രാക്കർ ഡോഗായിരുന്നു ജെനി. അടിമാലി രാജധാനി കൊലക്കേസ് ശാന്തൻപാറ പുത്തടിയിലുള്ള സ്വകാര്യ റിസോർട്ടിൽ ഭാര്യയും കാമുകനും ചേർന്ന് യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം, വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ എസ്റ്റേറ്റിൽ സ്ത്രീ തൊഴിലാളിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസ്, കരിമണ്ണൂരിൽ വാക്കേറ്റത്തെ തുടർന്ന് യുവാവിനെ കല്ലുകൊണ്ടിടിച്ച് കൊലപ്പെടുത്തിയ കേസ് എന്നിവയിൽ അന്വേഷണ സംഘത്തിന് പ്രതികളെ പിടികൂടാൻ വഴിതെളിച്ചത് ജെനി മണം പിടിച്ചു നൽകിയ നിർണായക തെളിവുകളാണ്. 2023 ജൂലൈയിൽ സർവീസിൽ നിന്ന് വിരമിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവാഹ വാർത്ത. മുട്ടം പൂച്ചക്കുഴിയിൽ ചെറിയാൻ ജോർജ് അന്നമ്മ ചെറിയാൻ ദമ്പതികളുടെ മകൻ മുട്ടം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അരുൺ ചെറിയാനും ഇടുക്കി ഉദയഗിരി മുണ്ടപ്പിള്ളിൽ മാത്യു സേവ്യർ ബ്രിജിത മാത്യു ദമ്പതികളുടെ മകൾ അജീന മാത്യു വിവാഹിതരായി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിൽ പ്രകൃതിക്ഷോഭം പതിവായ കാലാവസ്ഥയിൽ രാവിലെ കട്ടപ്പനയിൽ എഴുത്തു പരീക്ഷ നടത്തുന്ന PSC നിലപാട് ഉദ്യോഗാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മലയോര കർഷകന്റെ കണ്ണീരിൽ ഇടത് സർക്കാർ ഒലിച്ചു പോകുമെന്ന് പ്രൊഫസർ MJ ജേക്കബ്. ഇടുക്കി ജില്ലാ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ K. ദീപക് നിർവഹിച്ചു. തൊടുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. റിട്ടയർഡ് DGP ഋഷിരാജ് സിംഗ് IPS വിശിഷ്ടാതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വഴിത്തലയിൽ കുടിവെള്ള പൈപ്പിടാൻ പൊളിച്ച റോഡ് നാട്ടുകാർക്ക് അപകടക്കെണിയാകുന്നു. ഏറെ തിരക്കുള്ള വഴിത്തല ടൗണിലാണ് അപകടം ക്ഷണിച്ചു വരുത്തുന്ന റോഡ് ഉള്ളത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.